ഉഴവൂർ സബ് റീജിയണൽ ഓഫീസ് 67ന്റെ കീഴിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ബഹിഷ്കരിച്ചു. ടെസ്റ്റിന് കയറുന്ന വാഹനങ്ങൾ വിവിധ കാരണങ്ങൾ ഉന്നയിച്ച് ഒരു ഉദ്യോഗസ്ഥൻ പാസാക്കി വിടുന്നില്ല എന്നാരോപിച്ചാണ് ടെസ്റ്റ് ബഹിഷ്കരിച്ചത്. ഇതിനു മുൻപും പലതവണ സമരങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞു. 6 മാസക്കാലത്തിന് മുകളിലായിട്ട് ഉഴവൂർ RTOന്റെ കീഴിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ പല വിധത്തിലും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാവരുമായി സംസാരിച്ചപ്പോൾ നവംബർ 11 മാസം നവംബർ 30 ഉഴവൂർ RTO ഓഫീസിൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരെയും വിളിച്ചുകൊണ്ട് ഉഴവൂർ ജോയിൻ്റ് RTO പ്രദീപ് സാറും MVI ഫെനിൽ സാറും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. ആ മീറ്റിംഗ് പ്രകാരം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളവിടെ സംസാരിച്ചപ്പോൾ ആ ആവശ്യങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പിറ്റേ ദിവസം MVI ഫെനിൽ സാർ വന്ന് ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇവിടെയാണ് ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിൽക്കാം, നിങ്ങൾ നിന്നോളുക. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടി നിങ്ങൾക്ക് സ്വീകരിക്കാം, ഞങ്ങൾ അതിന് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആരെയും കൈ കാണിച്ചെന്നോ ശൂശൂന്ന് വിളിച്ചു പറഞ്ഞെന്നോ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തോപ്പിച്ചോളാൻ വരെ പറഞ്ഞ് ഞങ്ങൾ വളരെ മാന്യമായിട്ട് ഈ 1.5 മാസവും ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയും BMSഉം സംയുക്തമായിട്ടാണ് ടെസ്റ്റ് ബഹിഷ്കരിച്ചത്. സമരത്തിന് നേതൃത്വം കൊടുത്തത് BMSന്റെ യൂണിറ്റ് സെക്രട്ടറി ദീപു, ചിത്ര ഡ്രൈവിംഗ് സ്കൂൾ, ഉണ്ണി, SN രാജേഷ് എന്നിവരാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയും സമരത്തിൽ പങ്കെടുത്തു. ഒരു പ്രതിഷേധ സമരം നമ്മുടെ KL 67ന്റെ കീഴിൽ നടന്നിരിക്കുകയാണ്. ഈ സമരം ശരിക്കും പറഞ്ഞാൽ ഒരു BMSന്റെ നേതൃത്വത്തിൽ നടന്നതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂളുകളെ നശിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഇവിടുത്തെ MVIമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിനെതിരെ നമ്മൾ വളരെ നല്ല രീതിയിൽ സംസാരിച്ച ജോയിൻ്റ് RTOയോ അതുപോലുള്ള വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന തരത്തിൽ നടപ്പാക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ചെയ്യുന്നുമുണ്ട്. അനാവശ്യമായിട്ടൊരു കുട്ടിയോടും പൈസ വാങ്ങിക്കാതെ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുന്ന ഫീസിനൊപ്പം നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് കയറ്റുമ്പോൾ, അതുകൂടാതെ ചില അഴിമതിയുടെ ഭാഗമായിട്ട് ചില ഒത്തുതീർപ്പ് നയങ്ങൾ നമ്മളുടെ മുമ്പിലേക്ക് അവർ വെക്കുമ്പോൾ അതിനെ അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടായ ഈ പുതിയ പ്രശ്നം. i4A ന്യൂസ്, പാലാ.